സിബിഐ അന്വേഷണത്തിനുള്ള ശുപാർശയിൽ വി.ഡി. സതീഷിന് പിന്തുണയുമായി പി.വി. അൻവർ. പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി വൈരാഗ്യബുദ്ധിയോടെ നീങ്ങുന്നുവെന്ന് അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇത് ജനം വിലയിരുത്തുമെന്നും അതിനുള്ള തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, ഈ പുനർജനി വിഷയത്തിൽ തുടക്കത്തിലെ വി.ഡി. സതീഷിനെതിരെ ആരോപണം ഉന്നയിച്ച ആൾ കൂടിയാണ് പി.വി. അൻവർ. അത് മുഖ്യമന്ത്രിക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജിത് കുമാറുമായി ബന്ധപ്പെട്ട RSSുമായി നടത്തിയ ചർച്ച, ഇതെല്ലാം വി.ഡി. സതീഷിനാണ് ചെയ്തത് എന്ന് ആരോപിച്ച പി.വി. അൻവറാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ വീണ്ടും വിജിലൻസ് സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്, പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായിട്ടും അത് ഒരു രാഷ്ട്രീയ കൗതുകം തന്നെയാണ്. കാരണം നേരത്തെ അദ്ദേഹം ഇതിനെതിരെ പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹം വി.ഡി. സതീഷിന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അദ്ദേഹം കുറെ കാലം UDF-ൽ സഹകരിക്കാൻ നടക്കുകയും പിന്നീട് ആ UDF-നൊപ്പം സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണിപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് വി.ഡി. സതീഷിന് പിന്തുണയുമായി ഇത്തരത്തിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. FB പോസ്റ്റിലൂടെയാണ് അദ്ദേഹം വി.ഡി. സതീഷിന് പിന്തുണ അറിയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ പ്രതിസന്ധിയിലാകുമ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾക്കെതിരെ കേസെടുക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാൾ താനാണ്. കാരണം തനിക്കെതിരെ താൻ ഇടതുപക്ഷം വിട്ട സമയത്ത്, LDF വിട്ട സമയത്ത് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തനിക്കെതിരെ കേസുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല തനിക്കെതിരെ ED വരെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരെ വിജിലൻസിൽ നിന്ന് ED കൈമാറുന്നത്, അതായത് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട അടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ED അന്വേഷണം വരുന്നത്. അങ്ങനെ തനിക്കെതിരെ ഈ നേരത്തെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളതാണ് എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ 4.5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശന് എന്തുകൊണ്ടാണ് അന്ന് അന്വേഷണം നടക്കാതിരുന്നത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിടുന്നത് എന്നത് ആളുകൾക്ക് ജനങ്ങൾക്ക് കൃത്യമായത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതും, അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പ്രതിപക്ഷമാണ് മുഖ്യമന്ത്രിയുടെ പ്രതിയോഗി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമായും ഏതൊരു ഘട്ടത്തിലും ഏതൊരു കാര്യത്തിലും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കുറിപ്പിലും അദ്ദേഹം പറയുന്നുണ്ട്, മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെ പല അന്വേഷണങ്ങൾ നടന്നു. അതിന്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി എന്താണെന്നും ആ അന്വേഷണങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നും അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അക്കാര്യം കൂടി വ്യക്തമാക്കണമെന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കെതിരെ ആശയപരമായുള്ള പോരാട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ രാഷ്ട്രീയമായും അല്ലെങ്കിൽ ആശയപരമായും നേരിടണം. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷം അതിൽ നിന്ന് നേരെ മാറിയിരിക്കുന്നു. ഇപ്പോൾ വ്യക്തിപരമായി അതിനെ നേരിടുകയും അതിനെതിരെ തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷത്തെ മുഴുവനുമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അവസാനം അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏത് തരത്തിലുള്ള അന്വേഷണവും ആക്രമണവും പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായാലും താനും തന്റെ പാർട്ടിയും അതിനെതിരെ മുൻപന്തിയിൽ ഉണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്ത് വന്ന ഒരാൾ കൂടിയായിരുന്നു പി.വി. അൻവർ. എന്നാൽ കാലങ്ങൾക്കിപ്പുറം അദ്ദേഹം തന്നെ ഈ പ്രതിപക്ഷ നേതാവിന് പിന്തുണയുമായി രംഗത്ത് വരുന്നു എന്നതും രാഷ്ട്രീയ കൗതുകം തന്നെയാണ്.